ഇക്കഴിഞ്ഞ ദിവസത്തെ മാധ്യമം എഡിറ്റോറിയലിൻ്റെ ടൈറ്റിലായിരുന്നു മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും. സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ ലോക നേതാക്കൾ പങ്കെടുത്ത വേൾഡ് ഇക്കണോമിക് ഫോറത്തിൽ സാമ്പത്തിക വിദഗ്ധയും ഹാർവാർഡ് സർവകലാശാലയിലെ പ്രൊഫസറും ഇന്ത്യക്കാരിയുമൊക്കെയായ പ്രൊഫസർ ഗീതാ ഗോപിനാഥ് നടത്തിയ ചില നിരീക്ഷണങ്ങളുണ്ട്. 2022 ലോകബാങ്ക് പഠനപ്രകാരം ഓരോ വർഷവും മലിനീകരണം മൂലം ഇന്ത്യയിൽ മരണമടയുന്നത് 17 ലക്ഷം ആളുകളാണ്. ഇന്ത്യയിലെ ആകെ മരണത്തിൻ്റെ 18% വരുമത്രേ ഇത്. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് എയർ ക്വാളിറ്റി ഇൻഡെക്സ് എന്ന പേരിൽ ഒരു സൂചിക തയ്യാറാക്കുന്നുണ്ട്. ഇതനുസരിച്ച് നമ്മുടെ തലസ്ഥാനമായ ഡൽഹിയെല്ലാം വരുന്നത് വെരി പൂവർ എന്ന കാറ്റഗറിയിലാണ്. കേരളത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ കുടിവെള്ള സ്രോതസ്സായ പെരിയാർ ഫാക്ടറികളിൽ നിന്നുള്ള വിഷജലം കലർന്ന് ചുവന്നൊഴുകുന്നതും മത്സ്യസമ്പത്ത് നശിക്കുന്നതും ഇപ്പോൾ ഒരു വാർത്തയേയല്ല. നമുക്കറിയാം, ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മൊബൈൽ ഫോൺ വിപണി. അതുകൊണ്ട് തന്നെ ഉപയോഗശൂന്യമായ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഏറ്റവും അധികം പുറന്തള്ളുന്നതും ഇന്ത്യ തന്നെയാണ്. അവയിലടങ്ങിയിട്ടുള്ള ലെഡ്, മെർക്കുറി, കാഡ്മിയം എന്നിവ കലർന്ന് നമ്മുടെ മണ്ണും ജലവും അതീവ വിഷമയമായി മാറുന്നു. ഒരു നേരത്തെ അന്നത്തിനായി വകതേടുന്ന ദരിദ്രരായ തൊഴിലാളികളാണ് യാതൊരു സുരക്ഷാ സംവിധാനങ്ങളുമില്ലാതെ ഈ മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങളിൽ പണിയെടുക്കുന്നത്. സാധാരണക്കാരായ മനുഷ്യർ ശ്വാസം മുട്ടി പിടഞ്ഞു വീഴുമ്പോൾ ഭരണകൂടം ഇതൊന്നും തങ്ങളുടെ ഉത്തരവാദിത്തമേ അല്ല എന്ന മട്ടിൽ അവഗണിക്കുന്നു.